പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ പ്രിയരെ, ഇവിടെ രണ്ടാം ശനിയാഴ്ചകളിലാണ് ഇങ്ങനെ നീലവസ്ത്രം, നീലക്കുപ്പായമണിഞ്ഞ് കുർബാന അർപ്പിക്കുക. അപ്പോൾ ഇതിന് ഒരു പ്രത്യേക പ്രാധാന്യം ഈ തീർത്ഥാടന കേന്ദ്രം കൊടുക്കുന്നുണ്ട്. മരിയ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബലിയർപ്പിക്കുക. വിശുദ്ധ എഡിസ്റ്റൈൻ തെരേസ ബെനഡിക്റ്റ്, കുരിശിൻ്റെ വിശുദ്ധ തെരേസ ബെനഡിക്റ്റ എന്ന പേരുള്ള അത് തന്നെയാണ് എഡിസ്റ്റൈൻ. അവരുടെ തിരുനാൾ കൂടിയാണെന്ന് കൊണ്ടാടുന്നത്. നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലിയർപ്പിക്കാം. ഈ മാതാവിൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന നമുക്കൊരു ആശ്രയമാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം. നമ്മളാണെങ്കിൽ സ്വർഗാരോപണ തിരുനാളിന് വേണ്ടി ഒരുങ്ങുക. അത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യദിനം കൂടിയാണല്ലോ. മറിയം ഈ ലോകത്തിൽ നിന്ന് ആത്മശരീര വിശുദ്ധിയോടുകൂടെ എടുക്കപ്പെട്ടു. അതൊരു സ്വാതന്ത്ര്യമാണ്. നമുക്ക് ചിലപ്പോൾ ഒരു ബന്ധനത്തിൽ കഴിയുന്നത് പോലെയാണ് പലരും. ആഗ്രഹിക്കുന്നൊന്നും നടക്കുന്നില്ല. കുഞ്ഞില്ല, ജോലിയില്ല, തടസ്സങ്ങൾ, വീട് പണി പൂർത്തിയായിട്ടില്ല, കടബാധ്യത, രോഗങ്ങൾ, ഇങ്ങനെയുള്ള കെട്ടപ്പെട്ടു പോയ അവസ്ഥകളിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നൊരു അനുഭവം ഉണ്ടാകാൻ വേണ്ടി ചിലപ്പോൾ രോഗം മാറും, ചിലപ്പോൾ രോഗം അത് ഏറ്റെടുക്കാനുള്ളൊരു വലിയൊരു ആത്മീയ തുറവി എന്തെങ്കിലും മതി നമുക്ക്. അത് ഓഗസ്റ്റ് 15 മുൻപ് ഒരു വഴി തുറന്നു തരണേ. അമ്മ എന്തായാലും സ്വർഗത്തിലേക്ക് പോകുന്ന തിരുനാൾ ഞങ്ങൾ ആചരിക്കുകയല്ലേ. അമ്മ പോയിട്ട് ആ ത്രിത്വൈക ദൈവത്തോട് ഒരു കാര്യം എനിക്ക് വേണ്ടി വാങ്ങിച്ചു തരണമേ. ഇത്രയും പേരുണ്ട്, അപ്പോൾ അവരവർ പ്രാർത്ഥിക്കുന്ന പോലെ ഇരിക്കും കിട്ടുന്നത്. നമ്മൾ ഇൻറ്റൻസീവായിട്ട് നല്ല തീക്ഷ്ണതയോടുകൂടെ നല്ല സ്നേഹത്തോടെ ആര് കൂടുതൽ സ്നേഹിക്കുന്നു, ആര് കൂടുതൽ ആഗ്രഹിക്കുന്നു അവർക്ക് അനുഗ്രഹം ഉണ്ടാകും. ഈ ബലി ഭക്തിയോടെ അർപ്പിക്കാം. നമ്മുടെ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും ഏറ്റുപറയാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ദാസരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളാൽ അങ്ങേ പ്രീതിപ്പെടുത്താൻ പ്രാപ്തിയില്ലാത്ത ഞങ്ങളുടെ കർത്താവായ അങ്ങ് പുത്രന്റെ മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ രക്ഷിക്കപ്പെടുമാറാകട്ടെ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് മോശ ജനങ്ങളോട് പറഞ്ഞു, ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളക്കാലിന്മേലും പടിവാതിലിന്മേലും എഴുതണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരോട് ശപഥം ചെയ്ത നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾ പണിയാത്ത വിശാലവും മനോഹരവുമായ നഗരങ്ങളും നിങ്ങൾ നിറയ്ക്കാത്ത വിശിഷ്ട വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വീടുകളും നിങ്ങൾ കുഴിക്കാത്ത കിണറുകളും നിങ്ങൾ നട്ടുപിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് മരങ്ങളും നിങ്ങൾക്ക് നൽകുകയും നിങ്ങൾ ഭക്ഷിച്ച് സംതൃപ്തരാവുകയും ചെയ്യുമ്പോൾ നിങ്ങളെ അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്നും കൊണ്ടുവന്ന കർത്താവിനെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ സേവിക്കുകയും ചെയ്യണം. അവിടുത്തെ നാമത്തിൽ മാത്രമേ സത്യം ചെയ്യാവൂ. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവേ, കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയം രക്ഷാശൃംഗവും അങ്ങേ അഭയകേന്ദ്രവും. കർത്താവേ, കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കും. കർത്താവേ, കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവ് ജീവിക്കുന്നു. എൻ്റെ രക്ഷാശില വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ രക്ഷയുടെ ദൈവം സ്തുതിക്കപ്പെടട്ടെ. തൻ്റെ രാജാവിന് അവിടുന്ന് വൻ വിജയം നൽകുന്നു. തൻ്റെ അഭിഷിക്തനോട് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു. കർത്താവേ, കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു മരണത്തെ ഇല്ലാതാക്കുകയും തൻ്റെ സുവിശേഷത്തിലൂടെ ജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവൻ്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ പുത്രനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു.
ഞാനവന് നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷെ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും. അവന് ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. യേശു അവനെ ശാസിച്ചു, പിശാച് അവന് വിട്ടുപോയി. തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവിനെ സ്തുതി. നമുക്കിരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ഓഗസ്റ്റ് 9 വിശുദ്ധ എഡിസ്റ്റൈൻ എന്ന വിശുദ്ധയുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. വിശുദ്ധ സ്വീകരിച്ച പേര് തൻ്റെ സമർപ്പണ ജീവിതത്തിൽ ഒരു കന്യാസ്ത്രീയായിരുന്നു. അപ്പോൾ തൻ്റെ സമർപ്പണ ജീവിതത്തിൽ സ്വീകരിച്ച പേര് ബെനഡിക്റ്റ, തെരേസ ബെനഡിക്റ്റ. തെരേസ, കുരിശിൻ്റെ തെരേസ ബെനഡിക്റ്റ്, അങ്ങനെയാണ് ആ പേരാണ് സ്വീകരിച്ചത്. ഇപ്പോൾ ഈ വിശുദ്ധ നല്ലൊരു ഫിലോസഫറായിരുന്നു. ഫിലോസഫിയിലെ ഡോക്ടറേറ്റ് ചെയ്ത ആളാണ്. ജർമ്മനിയാണ് സ്ഥലം. ഇദ്ദേഹം ഈ വിശുദ്ധ മരണപ്പെട്ടത് നാസി തടങ്കൽ പാളയത്തിൽ വിഷവായു വാതകം ശ്വസിച്ചിട്ടാണ്. അപ്പോൾ 1922 യഹൂദയായിരുന്ന ഈ വിശുദ്ധ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചത്, ക്രിസ്ത്യാനിയായി മാറിയത് 1922. ഓർക്കണം, എത്ര ഏറ്റവും അടുത്ത കാലയളവാണ്. നമുക്ക് ഏറ്റവും നമ്മുടെ വിശുദ്ധ ജോൺ പോൾ II പാപ്പയാണ് ഇവരെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ 1942 നാസികൾ അവർ യഹൂദരെ കൂട്ടത്തോടെ കൊല ചെയ്യുന്ന, അങ്ങനെ പിടിച്ചോണ്ട് പോയ കൂട്ടത്തിൽ ഇവരെയും കൊണ്ടുപോയി. ഇവരുടെ സഹോദരി ഉണ്ടായിരുന്നു, റോസ എന്ന് പറയുന്ന സഹോദരി ഉണ്ടായിരുന്നു. അത് ഇങ്ങനെയാണ്, നിങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ വീഡിയോകളിലൊക്കെ കണ്ടു കാണും. അവരിങ്ങനെ ഓരോന്ന് കൊല്ലാൻ പാടല്ലേ, ഓരോന്ന് ഇങ്ങനെ നാസികൾ യഹൂദരിങ്ങനെ കൊന്നൊടുക്കാൻ, ഓരോരുത്തരെ കൊല്ലണം, ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനെ ആദ്യമൊക്കെ ഓരോന്ന് കൊല്ലുമായിരുന്നു. അത് വയ്യാണ്ടായപ്പോഴും അവർ ഒരു കണ്ടുപിടിച്ചൊരു പണിയാണ്, ഒരു മുറിയിലേക്ക് എല്ലാത്തിനെയും കൂടെ അങ്ങോട്ട് തള്ളിക്കയറ്റും, എന്നിട്ട് ആ മുറിയിലേക്ക് വിഷവാതകം കയറ്റിവിടും. അപ്പോൾ ഒറ്റടിക്കെല്ലാം മരിക്കും. അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെ ആ കൂട്ടത്തിൽ മരണപ്പെട്ട വിശുദ്ധയാണ് വിശുദ്ധ എഡിസ്റ്റൈൻ. അപ്പോൾ അവർ സ്വീകരിച്ച പേരാണ് വിശുദ്ധ കുരിശിൻ്റെ വിശുദ്ധ തെരേസ ബെനഡിക്റ്റ. അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ സത്യം ദൈവമാണ്, സത്യത്തെ അന്വേഷിക്കുക. അപ്പോൾ സത്യത്തെ അന്വേഷിക്കുന്നവർ ചിലപ്പോഴൊക്കെ അവർ ദൈവവിശ്വാസത്തിൽ നിന്ന് വഴിമാറിപ്പോകാറുണ്ട്. ദൈവത്തിൽ സത്യം കാണാതെ അങ്ങനെ വഴിമാറിപ്പോകാറുണ്ട്. പക്ഷേ ഈ വിശുദ്ധ ദൈവമാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ വിശുദ്ധയാണ്. തത്വചിന്ത പഠിച്ച് പലരും വിശ്വാസത്തിൽ നിന്ന് വഴിമാറിപ്പോകാറുണ്ട്. പക്ഷേ ഈ വിശുദ്ധ വഴിമാറിപ്പോയില്ല. അതാണ് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. 1998 നമ്മുടെ വിശുദ്ധ ജോൺ പോൾ II പാപ്പ ഈ വിശുദ്ധയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത്. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, 1998 നമ്മുടെ വിശുദ്ധ ജോൺ പോൾ II പാപ്പ 14 ചാക്രിക ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ 98 ഫീദസ് എറ്റ് റാറ്റ്സിയോ, അതായത് ഫെയ്ത്ത് ആൻഡ് റീസൺ, വിശ്വാസവും യുക്തിയും എന്ന ചാക്രിക ലേഖനം പുറപ്പെടുവിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, എൻ്റെ ഒരു ചിന്തയാണ്, ഈ വിശുദ്ധ ഫിലോസഫറായിരുന്നല്ലോ, അങ്ങനെ ഫിലോസഫറായിരുന്ന ഒരു വിശുദ്ധ അവരെ നാമകരണം ചെയ്യുന്ന ചടങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിശുദ്ധനായ പാപ്പ നടത്തിയ പഠനങ്ങളുടെ വെളിച്ചത്തിലാണ് ഫെയ്ത്തും റീസണും വേണം, വിശ്വാസവും യുക്തിയും വേണം. ചിലവർ യുക്തി മാത്രമേ കൊണ്ടുനടക്കുള്ളൂ, ചിലവർ വിശ്വാസം മാത്രം കൊണ്ടുനടക്കും, യുക്തി ഉണ്ടാവില്ല. അപ്പോൾ പാപ്പ ഈ ചാക്രിക ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, ഈ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കും. യുക്തിയില്ലാത്ത വിശ്വാസം അത് ലീഡ്സ് ടു സൂപ്പർസ്റ്റിഷൻ,
അന്ധവിശ്വാസത്തിലേക്ക് നയിക്കും എന്നാ പറയാം. അന്ധവിശ്വാസത്തിലേക്ക് നയിക്കും. യുക്തിയില്ലാത്ത വിശ്വാസം അന്ധവിശ്വാസത്തിലേക്ക് നയിക്കും. അതിവിടെ ഈ കോണ്ടെക്സ്റ്റിൽ വളരെ പ്രകടമാണ്, നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നമ്മുടെ യുക്തിക്ക് ചേരാത്ത ചില കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ചരട് കെട്ടിയാൽ എങ്ങനെയാണ് കല്യാണം നടക്കുക? ഒരു മരത്തിൽ കൊണ്ട് ചരട് കെട്ടുന്നു, കല്യാണം നടക്കുന്നു. അതെങ്ങനെയാണ്? ഒരു 2 രൂപയുടെ തൂവാല വാങ്ങിച്ചിട്ടും അത് ചരട് സ്റ്റേപ്പിളർ ചെയ്ത് അത് തൊട്ടിലെന്ന് പറഞ്ഞ് വിറ്റ് അത് 50 രൂപയ്ക്ക് വിറ്റ് അത് വാങ്ങിച്ച് മരത്തിൽ കൊണ്ട് കെട്ടിയാൽ എങ്ങനെയാണ് കുട്ടി ഉണ്ടാകുക? ഈശോ അല്ലാതെ ആത്മാവിൽ ജനിച്ച ആരുമില്ല. അപ്പോൾ അങ്ങനെ ശാരീരിക ബന്ധത്തിലല്ലേ കുട്ടി ഉണ്ടാകുന്നത്? മരത്തിൽ കൊണ്ട് തൂവാല കെട്ടിയാൽ എങ്ങനെ കുട്ടി ഉണ്ടാകുന്നത്? ഇത് വിശ്വാസം യുക്തി കൊണ്ട് ചിന്തിക്കാത്തത് കൊണ്ടാണ് അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നത്. താക്കോല് പൂട്ടിയാൽ എങ്ങനെയാണ് വീട് പണിയാൻ പറ്റുന്നത്? ചില ആളുകൾ, ചില മണ്ടന്മാർ പറയും, ഓ അങ്ങനെയൊക്കെ വീടൊക്കെ പണിതിട്ടുണ്ട്, താക്കോല് പൂട്ടിയിട്ട് ഞങ്ങൾ വീട് പണിതിട്ടുണ്ട്. അത് ദൈവം അനുഗ്രഹിച്ചിട്ടാ. താക്കോലിന് വീട് പണിത് തരാൻ പറ്റുമോ? അല്ലെങ്കിൽ താക്കോൽ എവിടെയെങ്കിലുമൊക്കെ പൂട്ടിയതേ. ഇവിടെ ഇത് കണ്ടോ, ഈ പൈപ്പുകൾ കണ്ടോ, പൈപ്പുകളുടെ കണക്ട് ചെയ്ത് ചങ്ങലകളുണ്ടായിരുന്നു. ഈ ചങ്ങലകൾ അഴിച്ചു മാറ്റി. കാരണം എന്താണെന്നറിയാവോ? അത് അവിടെയൊക്കെ കൊണ്ടുവന്ന് താക്കോലിടുമായിരുന്നു. അപ്പോൾ ഇതിന് ഈ തീർത്ഥാടന കേന്ദ്രം ഇത്തരം കാര്യങ്ങളോട് കാണിക്കുന്ന കാഴ്ചപ്പാട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അപ്പോൾ നമ്മൾക്കതാണ്, നമ്മൾ യുക്തി കൂടി വേണം എന്നാണ്. ഇന്നത്തെ സുവിശേഷം ഒന്ന് ചിന്തിച്ച് 1-ാം വായനയിൽ പറയുന്നത്, ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടുകൂടെ. ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ഒരേ ഒരു കർത്താവ്. അതാണ് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം. നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. അത് നിയമാവർത്തനം 6:5, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് വിശുദ്ധ കണ്ടെത്തിയത്. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം കേട്ടില്ലേ? കർത്താവ് എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ശക്തി, എൻ്റെ സൗഖ്യത്തിൻ്റെ ഉറവിടമേ. പിതാവായ ദൈവത്തിൻ്റെ മടിയിലും തോളത്തും കുറെ കുഞ്ഞുങ്ങളുണ്ടെന്ന് കരുതുക. അപ്പം ദൈവമല്ലേ കുഞ്ഞുങ്ങളെ തരുന്നത്? അപ്പം കുഞ്ഞുങ്ങളുടെ ഉറവിടം എവിടെയാണ്? മനുഷ്യ ജീവൻ്റെ ഉറവിടം എവിടെയാണ്? ദൈവമല്ലേ? ഒരു മരമാണോ അല്ലെങ്കിൽ ഒരു തൂവാലയാണോ? അതാണ് നമ്മളത് ചിന്തിക്കണം. അപ്പോൾ ദൈവമാണ് ശക്തിയുടെയും സൗഖ്യത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെ ഉറവിടം. പരിശുദ്ധ മറിയം പോലും അനുഗ്രഹത്തിൻ്റെ ഉറവിടമല്ല. മറിയം അനുഗ്രഹങ്ങൾ വിതരണം ചെയ്യുന്നവളാണ്, വിതരണക്കാരി. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് തരും. മറിയം അനുഗ്രഹത്തിൻ്റെ ഉറവിടമല്ല, മറിയം മനുഷ്യ സ്ത്രീയാണ്. മറിയം ദൈവമല്ല, ദൈവമാണ് അനുഗ്രഹത്തിൻ്റെ ഉറവിടം. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അവരുടെ കുട്ടിക്ക് അപസ്മാരം, എന്നിട്ട് അവർ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. ശിഷ്യന്മാർ വെറും മനുഷ്യരാ. ആ കേസ് ഏറ്റെടുക്കരുതായിരുന്നു. ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾ വെറും മനുഷ്യരാ. അതങ്ങനെ പൗലോസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരെ ദൈവമായിട്ടും ദേവന്മാരായിട്ടും കരുതിയപ്പോൾ ഞങ്ങൾ വെറും നിങ്ങളെപ്പോലെയുള്ള മനുഷ്യരാണ്, നിങ്ങൾ ദുരാചാരങ്ങൾ ചെയ്യല്ലേ എന്ന് പൗലോസും പത്രോസൊക്കെ പറഞ്ഞിട്ടുണ്ട് നടപടി പുസ്തകത്തിൽ. അപ്പോൾ ഇവർ എന്തായാലും ഒന്ന് പയറ്റി നോക്കാം എന്ന് ശ്രമിച്ചതായിരിക്കാം. അപ്പം അവർ ഈശോയുടെ അടുക്കൽ പരാതിയായിട്ട് വരികയാണ്. നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഞങ്ങൾ വന്നു, അവർക്കത് ചെയ്യാൻ സാധിച്ചില്ല. ആര് പറഞ്ഞു മനുഷ്യരുടെ അടുത്ത് പോകാൻ? ആര് പറഞ്ഞു ചരട് കെട്ടാൻ? മനുഷ്യരെയും പ്രാകൃത ആചാരങ്ങളുടെയും പുറകെ പോകാൻ ആര് പറഞ്ഞു? ശക്തിയുടെയും അനുഗ്രഹത്തിൻ്റെ ഉറവിടം ദൈവമല്ലേ? അപ്പം ഈശോ എന്താ പറഞ്ഞത്? എൻ്റെ അടുത്ത് കൊണ്ടുവരുവിൻ, ആ കുട്ടിയെ എൻ്റെ അടുത്ത് കൊണ്ടുവരുവിൻ എന്നാണ് ഈശോ പറഞ്ഞത്. എൻ്റെ അടുത്ത് കൊണ്ടുവരും, ഞാനാണ് അനുഗ്രഹത്തിന്, ഞാനാണ് ദൈവം, ഞാനാണ്, എൻ്റെ അടുത്ത് കൊണ്ടുവരുവിൻ. അപ്പോൾ യഥാർത്ഥത്തിൽ അവർ ശിഷ്യന്മാരുടെ അടുക്കൽ പോകരുതായിരുന്നു. ശിഷ്യന്മാർ അതിനൊട്ട് പരിശ്രമിക്കുകയും ചെയ്യരുതായിരുന്നു. നിങ്ങൾക്കറിയാമോ, യൂദാ തദേവൂസിൻ്റെ നെഞ്ചിൽ ഈശോയുണ്ട്, ഈശോയുടെ മുഖം. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു രാജാവിനെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈശോയെ വിളിക്കാൻ വേണ്ടി വന്നു. ഈശോയ്ക്ക് പോകാൻ സമയം കിട്ടിയില്ല, പരസ്യ ജീവിത കാലഘട്ടത്തിലാണ്. അപ്പം അവർ ഒരാളെ കൊണ്ടുവന്നു, ഒരാളെ വിളിക്കാൻ വേണ്ടി വന്നു. പക്ഷേ ഈശോയ്ക്ക് സമയമില്ല. അപ്പം രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഈശോയ്ക്ക് സമയമില്ല, ഈശോ പരസ്യ ജീവിത കാലഘട്ടത്തിൽ സുവിശേഷ വേലയുടെ തിരക്കിലാണ്. അപ്പം രാജാവിന് ഒരു ബുദ്ധി തോന്നി. രാജാവ് ഈശോയുടെ മുഖം വരക്കാൻ ഒരു ചിത്രകാരനെ കൂടെ അയച്ചു. അപ്പോൾ അവർ വന്ന് ചിത്രം വരച്ചുകൊണ്ടിരിക്കാം. ആളുകൾ ഈശോയുടെ ചുറ്റും ഇങ്ങനെ നിൽക്കുക, അവർക്ക് ഈശോയുടെ മുഖം പോലും കാണാൻ പറ്റുന്നില്ല.
അപ്പം ഈശോയുടെ മുഖം വരക്കാൻ അവർക്ക് പറ്റിയില്ല. പക്ഷേ ഈശോയ്ക്ക് അവരുടെ ഉദ്ദേശം മനസ്സിലായി. അവരെ വിളിക്കാൻ പറഞ്ഞു. അതിന് യൂദാ തദേവൂസിനെ പറഞ്ഞിട്ട് അവരെ വിളിച്ചോണ്ട് പോവാ. അങ്ങനെ യൂദാ തദേവൂസ് അവരെ വിളിച്ചോണ്ട് വന്നു. എന്നിട്ട് അവർക്ക് ഒരു തൂവാലയിൽ ഈശോയുടെ മുഖം ഒപ്പിക്കൊടുത്തു. എന്നിട്ട് അവരതുമായിട്ട് രാജാവിൻ്റെ അടുക്കൽ ചെന്നു. രാജാവിൻ്റെ രോഗമൊന്നും പൂർണ്ണമായിട്ട് മാറിയില്ല, പക്ഷെ കുറച്ച് വേദനയൊക്കെ മാറി. കുഷ്ഠരോഗമായിരുന്നു. കുറച്ച് വേദനയിൽ ആശ്വാസം ഉണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഞാൻ പിന്നീട് ഒരു അപ്പോസ്തലനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കാം. അങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ യൂദാ തദേവൂസിനെ രാജാവിൻ്റെ അടുക്കലേക്ക് അയക്കും. അങ്ങനെ രാജാവിൻ്റെ അടുക്കലേക്ക് പോകുമ്പോഴും യൂദാ തദേവൂസ് പറയും, അങ്ങയുടെ സ്ഥാനത്ത് എനിക്ക് പോകാൻ പറ്റില്ല, പക്ഷെ അങ്ങയുടെ മുഖം തന്നു വിടുകയാണെങ്കിൽ ഞാൻ പോകാം. അങ്ങനെ ഈശോയുടെ മുഖവുമായിട്ട് പോയി. അപ്പം രാജാവിൻ്റെ അടുക്കൽ യൂദാ തദേവൂസ് ചെല്ലുമ്പോൾ ആ മുഖത്ത് നിന്ന് വലിയ പ്രകാശം ഉണ്ടായി. അന്ന് ഈശോ തൂവാലയിൽ പകർത്തിക്കൊടുത്ത അതേ മുഖം. അങ്ങനെ യൂദാ തദേവൂസ് ചെല്ലുമ്പോൾ നെഞ്ചത്ത് നിന്ന് ഈശോയുടെ മുഖത്ത് നിന്ന് വലിയ പ്രകാശം ആ രാജാവിൻ്റെ ദേഹത്ത് പതിക്കുകയും രാജാവ് സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പുണ്യവാളൻ ആ മുഖം മാറ്റാത്തത്. ഞാൻ അത്ഭുത പ്രവർത്തകനായിരിക്കുന്നത്. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്ന് നമ്മൾ പലരും വിളിക്കുന്നുണ്ട്. പക്ഷെ അസാധ്യ കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവമാണ്, വിശുദ്ധരല്ല. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ, അതായത് ചെയ്യുന്നത് ദൈവമാണ്. വിശുദ്ധരെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നത് ദൈവമാണ്, മനുഷ്യരല്ല. അപ്പോൾ അതുകൊണ്ട് പുണ്യവാളന് ബോധ്യ ഈശോയെ നെഞ്ചത്ത് കൂടെ നടന്നു കഴിഞ്ഞാൽ, കൂടെ കൊണ്ടുപിടിച്ച് നടന്നാൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് മനസ്സിലായി. അതാണ് യഥാർത്ഥത്തിൽ ഈ ശിഷ്യന്മാർ പറയേണ്ടിയിരുന്നത്. ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഞങ്ങളുടെ ഗുരുവിന് സാധിക്കും, ദൈവത്തിന് സാധിക്കും എന്നാണ് പറയേണ്ടിയിരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഒരു യുക്തി പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഈ യുക്തി നഷ്ടപ്പെടരുത്. അതുകൊണ്ടാണ് പാപ്പ 1998 ആ ചാക്രിക ലേഖനത്തിലൂടെ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്, ഫെയ്ത്തും റീസണും വേണം, വിശ്വാസവും യുക്തിയും വേണം. വിശ്വാസം, അത് യുക്തിയില്ലാത്ത വിശ്വാസം അന്ധവിശ്വാസത്തിലേക്ക് നയിക്കും. അതായത് നമ്മൾ ഈ ചെയ്യുന്ന ആചാരങ്ങൾ അത് ദുരാചാരങ്ങളാണെന്ന് പോലും അറിയാത്ത വിധത്തിൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. ദൈവമേ, ഞങ്ങൾക്ക് ഈ ഒരു അനുഗ്രഹം തരണമേ. യഥാർത്ഥത്തിൽ ഈ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അബ്രാഹാമൊക്കെ ചെയ്തതും ദൈവത്തിൻ്റെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുക. മറിയം ചെയ്തത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ഈ എഡിസ്റ്റൈൻ ചെയ്തത് എന്താണ്? ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. കുറച്ചു നേരം കർത്താവിനെ പിടിച്ചിട്ട് കാര്യമില്ലെന്ന് കണ്ടു കഴിയുമ്പോൾ വേറെ സ്ഥലങ്ങളിൽ പോവുക. അതാണ് അന്ധവിശ്വാസം. കർത്താവിനെ പിടിച്ചിട്ട് കിട്ടുന്നില്ല, ഇനി കർത്താവിനെ വിട്ടിട്ട് വേറെ വഴി നോക്കാം. മരത്തെ കൊണ്ട് ചരട് കെട്ടി നോക്കാം, തൂവാല കെട്ടി നോക്കാം, താക്കോല് പൂട്ടി നോക്കാം എന്നൊക്കെയുള്ള ട്രയലുകൾ അത് ദുരാചാരങ്ങളായിട്ട് മാറും. അതുകൊണ്ട് അബ്രാഹത്തിനോട് നിനക്കുള്ള മകനെ തരാൻ പറഞ്ഞപ്പോൾ അബ്രാഹത്തിന് വേണമെങ്കിൽ പറയുന്നത് എനിക്ക് പറ്റുകയില്ല, പക്ഷേ ബലിക്കുള്ള കുഞ്ഞാടെവിടെ എന്ന് ചോദിക്കുമ്പോൾ അബ്രഹാം വളരെ ക്ഷമയോടുകൂടെ പറയും, ദൈവത്തെ അനുസരിച്ചുകൊണ്ട് പറയും, ഉൽപ്പത്തി 22:8 ദൈവം തന്നെ തരും, ദൈവം തന്നെ തരും, ദൈവം തന്നെ തരാനുള്ളൂ, വേറെ ആർക്കും തരാൻ പറ്റില്ല. ഈ അപസ്മാരം ബാധിച്ച കുട്ടിയുടെ അപ്പൻ അത് മർക്കോസിന്റെ സുവിശേഷത്തിൽ അങ്ങക്ക് കഴിയുമെങ്കിൽ എന്തെങ്കിലും ചെയ്യണമേ എന്ന് ചോദിക്കുമ്പോൾ മർക്കോസ് 9:23 മർക്കോസ് 9:24 കഴിയുമെങ്കിലോ എന്നൊന്ന് ചോദിച്ചത് അബദ്ധമായെന്ന് കണ്ട്, കർത്താവേ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ എന്ന് വിളിച്ചു പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ദൈവം തരുന്നത് വരെ നോക്കിയിരിക്കാൻ, ദൈവം തന്നെ തരാനുള്ളൂ, ദൈവം തന്നെ തരും. നിങ്ങളിപ്പോൾ മനസ്സിൽ 2-3 കാര്യങ്ങളൊന്ന് ഓർത്തേ. ഒരു കുഞ്ഞിന് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും വീട് പണിക്ക് വേണ്ടി കടബാധ്യത മാറാൻ വേണ്ടിയും നിങ്ങൾ ഇവിടെ വരുമ്പോൾ വന്നിട്ട് ചരടൊക്കെ കെട്ടണം, താക്കോലൊക്കെ പൂട്ടണം, ഇങ്ങനെ പ്ലാൻ ചെയ്താണ് നിൽക്കണമെങ്കിൽ അതൊന്നും ഇവിടെ ഈ തീർത്ഥാടന കേന്ദ്രം അറേഞ്ച് ചെയ്ത് വെച്ചതല്ല. അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവർ നിങ്ങളുടെ ലക്ഷ്യം നന്മ ലക്ഷ്യമിട്ട് തരുന്നതല്ല, അത് പണസമ്പാദനത്തിന് വേണ്ടിയുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് ദൈവം തന്നെ തരാനുള്ളൂ ഒന്ന് മനസ്സിലൊന്ന് പറഞ്ഞ്, അബ്രഹാം പറഞ്ഞതുപോലെ ബലിക്കുള്ള കുഞ്ഞാടവിടെ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 5-8 വർഷമായി എനിക്ക് കുഞ്ഞില്ല, എനിക്കുള്ള കുഞ്ഞവിടെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞ്, ഉൽപ്പത്തി 22:8 ദൈവം തന്നെ തരും പറഞ്ഞു. ഒന്ന് മനസ്സിലൊന്ന് പറഞ്ഞ്, എനിക്കുള്ള അനുഗ്രഹം ദൈവം തന്നെ തരും. ഒരു ദുരാചാരങ്ങൾക്കും എനിക്ക് അനുഗ്രഹം തരാൻ പറ്റില്ല, ഒരു മനുഷ്യർക്കും എനിക്ക് അനുഗ്രഹം തരാൻ പറ്റില്ല, ഒരു വസ്തുവിനും എനിക്ക് അനുഗ്രഹം തരാൻ പറ്റില്ല. ജീവിക്കുന്നവനായ ദൈവത്തിന് മാത്രമേ എന്നെ രക്ഷിക്കാനും എന്നെ അനുഗ്രഹിക്കാനും സാധിക്കുകയുള്ളൂ. അതാണ് മറിയം ഏറ്റു പറഞ്ഞത്. മറിയത്തിനത് മനസ്സിലായി. അതുകൊണ്ടാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പുറകെ കൂടിയത്. കുരിശിൻ്റെ വഴിയിലൂടെ ഒക്കെ നടന്ന് കുരിശിൻ്റെ ചുവട്ടിലൊക്കെ നിന്ന് ആ ഈശോയുടെ ശരീരം മടിയിലേക്ക് ഏറ്റുവാങ്ങി
ഈശോയുടെ ശരീരം മറിയം മടിയിലേക്ക് ഏറ്റുവാങ്ങിയതുപോലെ പരിശുദ്ധ കുർബാനയും കുമ്പസാരവും നടത്തണം. അത്രയും കണക്റ്റഡായിട്ട് നിൽക്കണം. അത്രയും കണക്റ്റഡായിട്ട് നിന്നാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കും. കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ കൂടുതൽ അടുത്ത് വരികയല്ലേ? കുമ്പസാരം സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ പാപമോചനം, ഈശോ നമുക്ക് തരുന്ന പാപമോചനം അത് നമ്മുടെ സ്വന്തമായി മാറുകയാണ്. ഇതല്ലാതെ വേറൊരു കുറുക്കു വഴിയില്ല നേരവണ്ണം പോകാനാണെങ്കിൽ. അതുകൊണ്ട് യുക്തി നമ്മൾ ഉപയോഗിക്കണം. നമുക്ക് ഇതാണ് സത്യമെന്ന് മനസ്സിലാക്കുക. അതാണ് വിശുദ്ധർ കണ്ട് മനസ്സിലാക്കിയതും. ഈശോയെ എനിക്ക് മറിയം മനസ്സിലാക്കിയ സത്യം, അബ്രഹാം മനസ്സിലാക്കിയ സത്യം, വിശുദ്ധ എഡിസ്റ്റൈൻ മനസ്സിലാക്കിയ സത്യം, അത് ദൈവമാണ് അനുഗ്രഹത്തിൻ്റെ ഉറവിടം. എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് ഒത്തിരി അനുഗ്രഹം ഉണ്ടാകട്ടെ. നമുക്ക് ഈ കുർബാനർപ്പണവും തീർത്ഥാടനവും നന്നായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താം. എൻ ജീവനേ, എൻ ജീവനാഥാ, നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. പ്രിയ സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്താൽ പ്രകാശിതമായ ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃകയാൽ അങ്ങയുടേതായവ എപ്പോഴും അന്വേഷിക്കുവാനും സംരക്ഷിക്കുവാനും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോടലിവ് തോന്നിയ അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞുവരും വിണ്ടലവും ഹോസാന
ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും രണ്യകുമാർ ഹോസാന ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണമെങ്കിൽ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു.
ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയെ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയെയും ഞങ്ങളുടെ രൂപതാധിഷ്ഠനായ സഹായ രാജ്മെത്രാനും വൈദിക ഗണത്തോടും ഒന്നിച്ച് സഭയെ അങ്ങ് സ്നേഹത്തിൽ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈർപ്പിൻ്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. നിങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയും ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ, ഞങ്ങൾ സമ്മാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്,
ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും കൂദാശ സ്വീകരിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെ ഭക്തിപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് ആ അമ്മയോടൊപ്പം സ്വർഗീയ സ്നേഹത്തിൽ പങ്കാളികളാകാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. നമുക്ക് ഒന്ന് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. കുർബാനയൊക്കെ സ്വീകരിച്ച് നല്ല അഭിഷേകത്തിലായിരിക്കുന്ന ഈ സമയം മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവാണ് അനുഗ്രഹത്തിൻ്റെ ഉറവിടം. വ്യക്തികളോ ആചാരങ്ങളോ വസ്തുക്കളോ ഒന്നുമല്ല. ഉന്നതനായ ദൈവത്തെ ഒന്ന് വിളിച്ച് ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ. കരമുയരട്ടെ, സ്വരമുയരട്ടെ, മനസ്സ് തുറന്ന് സ്തുതിക്കട്ടെ. ആരെയും നോക്കണ്ട. എൻ്റെ ദൈവത്തിന് മുമ്പിൽ നിനക്കൊരു ദൈവമേ ഉള്ളൂ. ആ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ നീ സ്നേഹിക്കണം. എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു. കർത്താവെ, അങ്ങ് കാണുന്നില്ലേ? പിതാവായ ദൈവമേ, അങ്ങ് കാണുന്നില്ലേ? ഈ ദൈവമക്കൾ അങ്ങയുടെ തിരുക്കുമാരൻ്റെ പീഡാസഹനത്തിൻ്റെ അനുസ്മരണത്തിൻ്റെ പരിശുദ്ധ ബലി അർപ്പിച്ചതിന് ശേഷം, പരിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം ഈ മക്കൾ ദൈവമായ കർത്താവിനെ അംഗീകരിച്ച് ആരാധിക്കുന്നത് കണ്ടില്ലേ? എൻ്റെ മക്കളിതാ എൻ്റെ പുത്രൻ്റെ മരണത്തെ ആരാധിക്കുന്നത് ഞാനിതാ കാണുന്നു. പിതാവായ ദൈവമേ, അങ്ങനെ ഞങ്ങളോട് പറയണമേ, കരുണ കാണിക്കണമേ. നാളുകളായി, വർഷങ്ങളായി കുടുംബങ്ങളെ, വ്യക്തികളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ, കൂടെ വരുന്ന അപകടങ്ങൾ, ആത്മഹത്യാ പ്രവണതകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. കുടുംബങ്ങളിൽ സൗഖ്യമുണ്ടാകട്ടെ. ആശുപത്രിയിൽ കഴിയുന്നവർ, ഏതെങ്കിലും വിധത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നവർ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ മരുന്നുകൾ ഫലിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർ, വിവാഹം തടസ്സമുള്ളവർ, വീട് പണിക്ക് തടസ്സമുള്ളവർ, ജോലി തടസ്സമുള്ളവർ, മദ്യപാനാസക്തിക്ക് തടസ്സപ്പെട്ടിരിക്കുന്നവർ, ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. കുടുംബങ്ങളിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. അനുഗ്രഹത്തിന്റെ ഉറവിടമേ, ഓ ശക്തിയുടെ ഉറവിടമേ, സൗഖ്യത്തിന്റെ ഉറവിടമേ, അനുഗ്രഹങ്ങളുടെ ഉറവിടമേ, വർഷിക്കണമേ. ഓ ദൈവമേ, അങ്ങയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദാസീദാസന്മാരോട് കരുണ കാണിക്കണമേ. പരിശുദ്ധ മറിയം ദൈവാനുഗ്രഹങ്ങളുടെ വിതരണക്കാരിയാണ്. പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ പുത്രനോട് പ്രാർത്ഥിച്ച് അനുഗ്രഹം തരണമേ. മറിയമേ, പരിശുദ്ധ അമ്മേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ആ കാനായിലെ കല്യാണ നാളിൽ ആ കുടുംബത്തിന് വേണ്ടി പുത്രനോട് പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മേ, ഈ സമയം അങ്ങയുടെ തിരുക്കുമാരന്റെ കുരിശുമരണത്തെ ആരാധിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് അഭിഷേകത്തിലായിരിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് കർത്താവേ, ഈ വ്യക്തികളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. സമാധാനമുണ്ടാകട്ടെ, സ്വസ്ഥത ഉണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, ദൈവം കൂടെ ഉണ്ടെന്നുള്ള ബോധ്യമുണ്ടാകട്ടെ. രാത്രികാലങ്ങളിൽ പോലും നല്ല ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവശക്തി വന്ന് നിറയട്ടെ, ദൈവ സാന്നിധ്യം വന്ന് നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ.
ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിൽ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ